ഹേ ഗായ്സ്, ആപ്പിൾ വാച്ച് സീരീസ് 9 ഭയങ്കര കിടിലം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് വാച്ചസിലൊന്നതാണ്. പക്ഷേ ഞാനിപ്പോഴും എൻ്റെ മെക്കാനിക്കൽ വാച്ച് കിട്ടിയേക്കുന്നത്. കാരണം എൻ്റെ ഫിലോസഫി ഓഫ് വാച്ച് ഭയങ്കര വ്യത്യസ്തമാണ്. വ്യത്യസ്തം എന്ന് വെച്ചാൽ എനിക്കൊരിക്കലും ഒരു ചെറിയൊരു കമ്പ്യൂട്ടറിൻ്റെ കയ്യിൽ വേണ്ട എന്നും ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലോസഫി ഒന്നും എനിക്ക് വർക്കൗട്ടേ ആവത്തില്ല. ഐ നീഡ് എ ട്രൂ മെക്കാനിക്കൽ വാച്ച്. സോ അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നിങ്ങൾ ഈ റിവ്യൂ കേൾക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എനിക്ക് ആദ്യമേ ഈ റിവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഈ വാച്ച് കിട്ടി കുറച്ച് ദിവസങ്ങളുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഇത് ഭയങ്കരമായിട്ടൊരു ലൈഫ് സ്റ്റൈൽ പ്രൊഡക്റ്റാണ്. ലൈഫ് സ്റ്റൈൽ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഇത് ഞാൻ കെട്ടി വെളിയിൽ പോകുമ്പോഴെല്ലാം ആൾക്കാരും ഫ്രണ്ട്സും എല്ലാവരും എൻ്റെ അടുത്ത് നീ മറ്റേ അത്ലറ്റിക്സോ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് എടുത്തില്ലേ, അത് എന്താ നിങ്ങൾ ട്രൈയിങ് ടു ബി ഫിറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു വാച്ച് വെളിയിൽ കൊണ്ടുപോകുമ്പോൾ. അതേപോലെ തന്നെ വേറൊരു സാധനം നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് നിങ്ങൾ റിച്ചാണ്, നിങ്ങൾ ആപ്പിൾ ഇക്കോസിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്യുന്നൊരു മനുഷ്യനാണ്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഷൗട്ട് ഔട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി ഈ ഒരു വാച്ച് കെട്ടി വെളിയിൽ പോകുമ്പോൾ. കാരണം എൻ്റെ ക്ലോസ് ആയിട്ടുള്ളവരും ജിമ്മിലുള്ളവരും ഒക്കെ എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം തന്നെ ഇത്. സോ എനിക്കത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണമെന്ന് തോന്നി. ഇത് അത്യാവശ്യം നല്ലൊരു ലൈഫ് സ്റ്റൈൽ വാലിഡേഷൻ ഉള്ളൊരു സാധനമാണ്. നിങ്ങൾ ഫിറ്റ് ആവാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോ അത്ലറ്റാ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ സീരിയസാ, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര റിച്ചാ എന്ന് കാണിക്കാൻ പ്രൊജക്റ്റ് ചെയ്യുന്നൊരു വാച്ചും കൂടെ ഇത്. പക്ഷേ ഇതെല്ലാം പോയിൻ്റ് ഡൗൺ ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. ദാറ്റ് ഈസ് എനിക്ക് ഈ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റി നിർത്തിയാൽ ഇത് ശരിക്കും ഒരു വാല്യൂ പെർസ്പെക്റ്റീവിൽ ഏറ്റവും വാല്യൂ എടുക്കുന്ന രണ്ട് സെഗ്മെൻറ്റാണ് ഹെൽത്തും വർക്കൗട്ടും. ആപ്പിൾ ഈ രണ്ട് സെഗ്മെൻറ്റിലാണ് ഈ വാച്ച് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഹെൽത്തും വർക്കൗട്ടും ആണ് ഈ വാച്ചിൻ്റെ മെയിൻ. ആദ്യം നമുക്ക് ആ ഹെൽത്തിൻ്റെ കാര്യം പറയാം. ഹെൽത്ത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, നിങ്ങളുടെ ടെമ്പറേച്ചർ, നിങ്ങളുടെ SpO2 ഇതെല്ലാം കണ്ടിന്യൂസ്ലി നിങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വലിയ അനാമലീസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നാൽ നിങ്ങൾ അലേർട്ട് ചെയ്യും. അത് ഭയങ്കര കിട്ടുന്ന സാധനമാണ്. എൻ്റെ അച്ഛനെ സംബന്ധിച്ച് എനിക്ക് ഇതൊന്ന് വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ട് പൈസ ഉള്ളപ്പം. പക്ഷേ ഇപ്പോൾ ഇല്ല. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ലാപ്പിൽ ഒരുപാട് നേരം എഡിറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുക. അപ്പോൾ എനിക്ക് റിമൈൻഡർ വന്നു, ബ്രോ യു ആർ സിറ്റിംഗ് ഫോർ ടു ലോങ് എന്ന് എണീറ്റ് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു, അല്ലാതെ ബ്ലിങ്ക് ചെയ്യുക. അങ്ങനത്തെ റിമൈൻഡർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇപ്പം വിമൻസിനെ പറ്റിയാണെങ്കിൽ അവരുടെ മെൻസ്ട്രൽ സൈക്കിൾസും കാര്യങ്ങളിലൊക്കെ കുറച്ച് അപ്ഡേറ്റ് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇത് ചെയ്യാം. വേറെ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നി, നിങ്ങൾക്ക് വാട്ടർ ബോട്ടിലിൻ്റെയും അങ്ങനത്തെ ഹൈഡ്രേഷൻ ചെറിയ നോയ്സ് ലെവൽ ഉണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾ മോർണിംഗ് സെറ്റ് ചെയ്യാം. ടാർഗറ്റ്സ് ഗോൾസും ഒക്കെ സെറ്റ് ചെയ്യാം. നിങ്ങൾ ഇൻറ്റേർണലി നിങ്ങൾ ഇച്ചിരി കൂടെ ഹെൽത്തി ആവാൻ ഒരു പോയിന്റിൽ നിങ്ങളെ ഒരു വാച്ച് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെന്നൊരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. നിങ്ങളുടെ സ്ലീപ്പ് മോണിറ്ററിങ്, അതേപോലെ തന്നെ നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റി, റണ്ണിങ്, അതൊക്കെ മോണിറ്റർ ചെയ്ത് നിങ്ങൾക്ക് ഡേറ്റാസ് റെലവൻ്റ് ആയിട്ട് നിങ്ങളുടെ ഐഫോണിൽ കിട്ടുന്നുണ്ട്. ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡേറ്റാസ് അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് ഒരു ബെറ്റർ കാൽക്കുലേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ബെറ്റർമെൻറ്റ് ചെയ്യാം എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് അവർ ഹെൽത്ത് കാണിച്ചേക്കുന്നത്. ഇതിന് ഒരുപാട് എവിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട്. ആപ്പിൾ തന്നെ അവരുടെ റീസെൻ്റ്ലി ഒരു ആഡ് ഇട്ട് ആപ്പിൾ വാച്ച് കാരണം ഈ കാർഡിയാക് അറസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത് പറ്റിയതും അങ്ങനെ കുറേ പേര് ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. സോ ഹെൽത്ത് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയാൻ പോവാ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ശരിക്കും നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഹെൽത്തി ആവണം, ഇച്ചിരി കൂടെ ഫിറ്റ്നസ് ആവണം എന്നൊക്കെ മൈൻഡിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിത് കൺസിഡർ ചെയ്യുക. വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമുക്കിനി വർക്കൗട്ടിനെ കുറിച്ച് പറയാം. വർക്കൗട്ടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, വർക്കൗട്ടിൻ്റെ ആക്യുറസി എങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് ഒരു വർക്കൗട്ടിൽ പോയപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, അത് നിങ്ങൾ കേട്ടു നോക്ക്. ഒരു വർക്കൗട്ട് ഹിറ്റ് ചെയ്തു. ഒന്നാമത്തെ കാര്യം എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഡേറ്റാസൊക്കെ ഭയങ്കര ആക്യുറേറ്റ് എന്ന് വെച്ചാൽ ടു ദ ഡോട്ട്. ഇപ്പോൾ GPS ആയിക്കോട്ടെ, എത്ര ടൈം എടുത്തിട്ടാണല്ലോ ഹാർട്ട് റേറ്റ് ഒക്കെ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുന്നത്, അത് സൂപ്പർ. രണ്ടാമത്തെ എനിക്ക് കൺസേൺ ഉള്ളതെന്ന് വെച്ചാൽ ഇത് എല്ലാ സെൻസറും നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പം ആക്റ്റീവാണ്. അപ്പോൾ അത് ഉണ്ടാകുമ്പോൾ ചൂടാവുമെന്നൊരു പേടിയുണ്ട്. പക്ഷെ അങ്ങനത്തെ സംഭവമില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് ചുമ്മാ ഒന്ന് നിന്ന് 2-3 മിനിറ്റ് അവിടെ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വെച്ചു, നിങ്ങൾ വർക്കൗട്ട് നിർത്തിയോ, വർക്കൗട്ട് ക്യാൻസൽ ചെയ്തിട്ടെന്ന്. സോ എവറി ടൈം അത് ഭയങ്കര ആക്യുറേറ്റാണ്. പിന്നെ ഇതിന് വേറെ സ്പെഷ്യൽ ഫീച്ചറുണ്ട്, ഓട്ടോമാറ്റിക്കലി വർക്കൗട്ട് ഡിറ്റക്ട് ചെയ്യും. നിങ്ങളിപ്പോൾ റണ്ണിന് പോകണമെങ്കിലും അതിനൊക്കെ പോകണമെങ്കിൽ വർക്കൗട്ട് ഡിറ്റക്ട് ചെയ്യും. സോ ഓൾ ഓവർ വർക്കൗട്ട് സെഷൻ ആണ് എനിക്ക് തോന്നുന്നത്. ദിസ് ഈസ് സംതിങ് നിങ്ങളിപ്പോൾ ഫിറ്റ് ആവാൻ ശ്രമിക്കുന്ന ഒരാളാണ്, പക്ഷേ യു നീഡ് ദാറ്റ് എക്സ്ട്രാ ലെവൽ ഓഫ് മോട്ടിവേഷനും എക്സ്ട്രാ ലെവൽ ഓഫ് ഡേറ്റയും വേണമെങ്കിൽ അതിനൊക്കെ ഇത് ഭയങ്കര അടിപൊളിയാണ്. ദാറ്റ്സ് സൂപ്പർ വർക്കൗട്ട് ആൻഡ് സ്റ്റേയിങ് ഫിറ്റ് ഇസ് ദ പ്രൈമറി. സോ ഗൈസ്, നമ്മൾ ഫിലോസഫിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇത് ഓണർ അതേപോലെ ഫിലോസഫി തെറ്റിയെടുത്ത് പുള്ളിക്കാരന് മനസ്സിലായി ഈ പ്രൊഡക്റ്റ് അവനുള്ളതല്ല. അതുകൊണ്ട് അവൻ ഇത് 35-36 രൂപയ്ക്ക് വിൽക്കാൻ വെച്ചേക്കുവാണ്. 45mm ടോപ്പ് ഓഫ് ദി ലൈൻ സെല്ലുലാറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതേപോലെ 1 വർഷം ആപ്പിൾ കെയർ പ്ലസ് ഒക്കെ എടുത്തുള്ള ഡിവൈസാണ്. 3-4 മാസം ലൈറ്റ് യൂസിനാണ്. അതുകൊണ്ട് എനിക്ക് ആ പ്രൈസിന് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബൈ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവൻ്റെ കോൺടാക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവനെ വിളിച്ച് നോക്കുക. ഇൻ എക്സ്റ്റെൻറ്റ് എനിക്ക് പറയാനുള്ളത് വർക്കൗട്ടിനും ഹെൽത്തിനും
നിങ്ങൾക്കിതിലും ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ കിട്ടത്തില്ല. ഫോർ ഷുവർ അത് കിട്ടത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് ബാക്കിയുള്ള വാച്ചസും ഡിവൈസും ഒക്കെ കമ്പയർ ചെയ്ത് ഉപയോഗിക്കുന്നത് തന്നെ ഇതാണ്. പിന്നെ നിങ്ങൾക്ക് പനിയുണ്ട്, ടെമ്പറേച്ചറിൻ്റെ കാര്യങ്ങളോ SpO2 കാര്യങ്ങളോ ഭയങ്കര എടുത്തു പറയേണ്ട ആ ECG ഫീച്ചറാണ്. ECG ഫീച്ചർ എന്നൊക്കെ പറയുമ്പം അതേപോലെ നിങ്ങൾ വയസ്സായിട്ടുള്ള ഒരാൾ വീട്ടിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ECG അസസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒരു ബ്ലെസ്സിങ് തന്നെ. എപ്പോഴാണ് ഒരു വൃത്തിയായിട്ട മൊമെൻറ്റ് വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നി ഹെൽത്ത് ആൻഡ് വർക്കൗട്ട് ഫീച്ചറിലാണ് ഇത് വാല്യൂ അഡീഷൻ, അല്ലെ പൈസ ഉള്ളവർക്ക് ഇത് വാങ്ങിക്കാൻ ഒരു ജസ്റ്റിഫയബിൾ ഓപ്ഷൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയത്. അത് നിങ്ങൾ വെക്കുക. പക്ഷേ എനിക്ക് വേറൊരു സാധനം കൂടെ പറയാനുണ്ട്, നിങ്ങളുടെ കൺവീനിയൻസിനെ കുറിച്ച് പറയുമ്പം ആപ്പിൾ വാച്ച് ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. കാരണം ഫോർ എക്സാമ്പിൾ എൻ്റെ കാറിൽ നാവിഗേഷൻ ഇൻബിൽട്ട് ആയിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് വാച്ചിൽ നോക്കി നാവിഗേറ്റ് ചെയ്ത് പോകുന്ന ഫോണിനെക്കാട്ടിയും ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. പിന്നെ കോൾസ് എടുക്കാൻ പറ്റുന്ന, ശരിക്കും ഞാൻ എപ്പോഴും എൻ്റെ റൂമിലും എഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കോളൊക്കെ വാച്ചിലൂടെ എടുക്കാൻ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. പ്രത്യേകിച്ച് ഇതെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു ഫുള്ളി ബിൽറ്റ് ഇൻ ആപ്പിളിൻ്റെ ഇക്കോ സിസ്റ്റം വേണം. ഓൺ ദ ഗോ നിങ്ങൾക്ക് ഫോണില്ലാതെ 64 GB ഉണ്ടായിട്ട് പാട്ട് സ്റ്റോർ ചെയ്ത് എയർപോർട്സിൽ പ്ലേ ചെയ്യാം. അതേപോലെ തന്നെ ചെറിയ ചെറിയ മെസ്സേജസ് ഒക്കെ കൂട്ടുകാർക്ക് അയക്കാം. വോക്കി ടോക്കി എന്ന് പറഞ്ഞ ആപ്പുണ്ട്, അത് 2-3 ആപ്പിൾ വാച്ച് ഉണ്ട്, അത് അടിപൊളിയാണ്. എന്തിനും നിങ്ങൾക്ക് ചെറിയൊരു സാധനം ബ്രൗസ് വരെ ചെയ്യാൻ പറ്റും ചെറിയ വാച്ചിൽ. വിയേർഡ്ലി എനിക്ക് അതിൻ്റെ കീബോർഡ് അത്യാവശ്യം നല്ലതായിട്ട് തോന്നി, ടൈപ്പ് ചെയ്യാൻ ഭയങ്കര പാടൊന്നുമായിട്ട് തോന്നിയില്ല. സോ അതും കൂടെ കീപ്പ് ഇൻ മൈൻഡ്. കൺവീനിയൻസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻസ്, നിങ്ങളുടെ ഡേറ്റാസ്, അതേപോലെ തന്നെ നിങ്ങളുടെ റെക്കോർഡ്സ്, മെഡിക്കേഷൻസ്, അതിനെക്കുറിച്ചൊക്കെ ഉള്ള എല്ലാം നിങ്ങളുടെ വാച്ചിൽ അവൈലബിൾ ആവുന്ന ഭയങ്കര കിടിലൊരു സാധനമാണ്. പക്ഷേ ഈ ഡിവൈസ് ഒരിക്കലും നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നെയ്തർ അത് അതിനു വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നതല്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് കൊണ്ടുവരും. ആപ്പിൾ വാച്ച് എടുത്ത് അത് മാത്രമായിട്ട് ജീവിക്കണമെന്നൊക്കെ മണ്ടത്തരോ, അത് പറ്റത്തില്ല. ഇത് നിങ്ങളുടെ ഫോണുമായിട്ട് ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഡിവൈസ്. എപ്പോഴും കണക്റ്റഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോൺ സെല്ലുലാർ വേർഷൻ ആണെങ്കിൽ കോളും നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂ. സോ കണക്ഷൻ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് അല്ല. അതിനകത്ത് ആ ഡിപ്പെൻഡൻസ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് എപ്പോഴും നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കണം ഫോണിൻ്റെ അടുത്ത് കണക്റ്റഡ്. അല്ലേ നിങ്ങൾക്ക് എപ്പോഴും സെല്ലുലാർ ഡേറ്റ അല്ലെ സെല്ലുലാർ സാധനം നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചോ, അത് കീപ്പ് ഇൻ മൈൻഡ്. പക്ഷേ സെല്ലുലാർ ഡേറ്റ ഓപ്റ്റ് ചെയ്യുമ്പം ഞാൻ ഈ ഉപയോഗിച്ചതിന് ഒരു ഭയങ്കര പാഠം പഠിച്ചതെന്ന് വെച്ചാൽ, മിക്ക റിവ്യൂസിലും 2-3 ദിവസമൊക്കെ ബാറ്ററി ലൈഫ് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. എനിക്കറിയത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഒരു 1 ഡേ യൂസ് ഓഫ് എ ഡിവൈസാണ്. ഒരു ദിവസം കറക്റ്റ് നിങ്ങൾക്ക് കിട്ടും. 1 ദിവസത്തിൽ കൂടുതലും കിട്ടത്തില്ല, ഒരു ദിവസം കുറവും കിട്ടത്തില്ല. അതിൻ്റെ കൂടെ സ്ലീപ്പ് ട്രാക്കിങ്ങിന് നിങ്ങൾക്ക് ഇത് കൂടെ കയ്യിലിട്ടുകൊണ്ട് കിടന്നാൽ ദാറ്റ് ഈസ് പ്രിറ്റി അൺകംഫർട്ടബിൾ എന്ന് തന്നെ ഞാൻ പറയും. പിന്നെ ആസ് അപ്ഗ്രേഡ്സ് ഒരു റിവ്യൂ പറയുമ്പോൾ ഓഫ് കോഴ്സ് എന്തായാലും ഈ പ്രൊഡക്റ്റ് ലാസ്റ്റ് ജനറേഷനിലുള്ള അപ്ഗ്രേഡ്സ് പറയണമല്ലോ. ഒന്ന്, യു ഗെറ്റ് എ ബെറ്റർ ഡിസ്പ്ലേ. 2, ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബ്രൈറ്റർ ഡിസ്പ്ലേ. 2 ഡിസ്പ്ലേനെ കുറിച്ച് പറയണം, 326 PPI ഉണ്ട്, കിഡിലും ഡിസ്പ്ലേ ആണ് കേട്ടോ. വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേസ് ഐ യൂസ്ഡ് ഇൻ ദ വാച്ച്. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ ഇതിന് സാഫയർ ക്രിസ്റ്റലാണ് വരുന്നത്. ഇതുപോലത്തെ റഗ്ഗഡ് ഡൈവർ വാച്ചിനൊക്കെയാണ് പൊതുവെ സാഫയർ ക്രിസ്റ്റൽസ് വരുന്നത്. അത് ഈ വാച്ചിനുണ്ട്. അതൊരു എക്സ്ട്രാ ലെവൽ ഓഫ് പ്രൊട്ടക്ഷനും സേഫ്റ്റി, ഒരു അഷ്യൂറിറ്റി നമുക്ക് തരുന്നുണ്ട്. പുതിയ ചിപ്പ് വരുന്നുണ്ട്. ആ പുതിയ ചിപ്പ് എല്ലാ രീതിയിലുള്ള അപ്ഗ്രേഡ്സ് ആണ്. ഇൻബിൽട്ട് വോയിസ് കമാൻഡ്സിനും ഈ ഡിക്റ്റേഷൻസിനും നോട്ട്സിനും ഒരുപാട് ന്യൂറൽ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ നമ്മുടെ ഇങ്ങനൊരു ഗസ്റ്റർ ഉണ്ട്, ഇങ്ങനെ. അത് ഒരു അപ്ഗ്രേഡ് ആയിട്ടാണ് ആപ്പിൾ കൊണ്ടുവന്നത്. എനിക്കത് റെവല്യൂഷണറി സാധനമായിട്ടൊന്നും തോന്നിയില്ല. ഒരുപാട് പറയുന്ന ഒരു ഗെയിം ചേഞ്ചിങ് സാധനം മാങ്ങിയ ചക്കയെന്നൊക്കെ. ഫോർ മീ ഇറ്റ് ഈസ് ജസ്റ്റ് എ ഗസ്റ്റർ. അതേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. വേറൊരു ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റും കൂടെ അവർ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, ഫോർ ദിസ് ടൈം പ്രിസിഷൻ ട്രാക്കിംഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണക്റ്റഡ് ആയിട്ടൊരു ഡിവൈസ് കറക്റ്റ് കോച്ചിൻ്റെ അടിയിലൊക്കെ കളഞ്ഞു എങ്കിൽ കറക്റ്റ് പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് ഫോണൊക്കെ ട്രാക്ക് ചെയ്യാം. പക്ഷേ അതിനും നിങ്ങൾക്ക് iPhone 15 അല്ലെ മേളിലോട്ടുള്ള ഇറ്ററേഷൻസ് വേണം. മൈ ടേക്ക് ഓൺ ദിസ് റിവ്യൂ ഇതാ, നിങ്ങൾ ആപ്പിൾ ഇക്കോസിസ്റ്റത്തിൻ്റെ അകത്ത് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇച്ചിരൂടെ ഹെൽത്തിയർ ആവണം, ഇച്ചിരൂടെ ഫിറ്റ്നസ്സും കാര്യങ്ങളും ഒക്കെ പ്രൊമോട്ട് ചെയ്യണം. നിങ്ങൾ അതേപോലെ തന്നെ ഇതിൻ്റെ ഡേറ്റാസൊക്കെ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. പക്ഷേ ബാറ്ററിനെ കുറിച്ച് അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് വെക്കല്ലേ. ഇതൊരിക്കലും ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിവൈസാണെന്ന് നിങ്ങൾ വെക്കല്. എന്താ പറയുക, ഈവൻ ഇഫ് യു ഓപ്റ്റ് ഫോർ സെല്ലുലാർ ഓപ്ഷൻ, ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ഡിവൈസസ് അല്ല. പക്ഷേ അങ്ങനത്തെ വ്യൂ പോയിൻറ്റും കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ആപ്പിൾ വാച്ച് ഒരു കിഡിൽ അഡീഷനാണ്. നിങ്ങളുടെ ഫിലോസഫി ഓഫ് വാച്ച് അതിനായിട്ട് ആഡ് ആവുന്നുണ്ടോ എന്നും കൂടെ നോക്കുക. ആൻഡ് ഗ്രേറ്റസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് ഓഫ് വാച്ചാണ്. ബാക്കിയുള്ള എല്ലാ വാച്ചസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും ഇതാണ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആൻഡ് നോ. പിന്നെ ഈ സഫയർ ക്രിസ്റ്റൽസിന് കണക്ക് ചെറിയ ചെറിയ അഡീഷൻ സീരീസ് 9 നിങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ പറയാൻ പോവാ, നിങ്ങളൊരു സീരീസ് 4 അതിനകത്ത് മേളിൽ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് വലിയൊരു അപ്ഗ്രേഡ് കിട്ടുമെന്ന്.
സീരീസ് 4-ന് താഴെ സീരീസ് 2-ന് താഴെ എന്നൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് എ പ്രിറ്റി ഗുഡ് അപ്ഡേറ്റ്. ഏറ്റവും കൂടുതൽ റിവ്യൂസിൽ എനിക്കിതിനകത്ത് പറയാൻ തോന്നിയെന്ന് പറയുമ്പോൾ ഇത് ഫാസ്റ്റ് ആയിട്ടൊരു ഡിവൈസാണ്. ആൻഡ് ദാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ഓൾസോ വെരി സൂപ്പർ. സിമ്പിൾ, എലഗൻറ്റ്, സ്ട്രെയിറ്റ് ഫോർവേഡ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതും കൂടെ കീപ്പ് ഇൻ മൈൻഡ്. സോ ദാറ്റ് ഇസ് ഇറ്റ് ഗൈസ്. ഇതൊരു റിവ്യൂ എന്ന് പറയുന്നുണ്ട്, ഒരു പോയിന്റ് ഓഫ് വ്യൂ അബൌട്ട് ആപ്പിൾ വാച്ച് എന്നൊക്കെ നിങ്ങൾ കരുതിയാൽ മതി. താങ്ക് യു.